നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യയിലെ മിനറൽസിനെ കുറിച്ചാണ്. മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ്. അത് ഓർഗാനിക് ആവാം, ഇനോർഗാനിക് ആവാം. ഇനോർഗാനിക് ഒറിജിനിലുള്ള അതിനൊരു കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതിനൊരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ഉണ്ടാവും, ഡിഫൈനബിൾ ആയിട്ടുള്ള. ഇത് ഓറുകളിൽ നിന്നും ഖനികളിൽ നിന്നും ഒക്കെ അതായത് ഓറുകൾ അല്ലെങ്കിൽ ഖനികളിൽ നിന്ന് കിട്ടുന്നതാണ് മിനറൽസ്. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിനറൽസ് വേറെ പല എലമെൻസുമായിട്ട് മിക്സ് ചെയ്ത രൂപത്തിൽ കിടക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ഖനികൾ അല്ലെങ്കിൽ ഓർ എന്ന് പറയുന്നത്. ഓറിലുള്ള മിനറൽ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള കോൺസെൻട്രേഷനിൽ ഉണ്ടാകും. ഖനികളിൽ ഏത് രൂപത്തിലാണോ ഏത് സ്ട്രക്ചറിലാണോ ഇതുള്ളത് എന്നനുസരിച്ചിട്ടാണ് അതിന് എത്ര എളുപ്പത്തിൽ അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നു, മിനറൽസിനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതും അതുപോലെ തന്നെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ എത്രത്തോളം കോസ്റ്റ് ആവശ്യം വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ധാതുക്കൾ പലതരം ഫോമുകളിലാണ് കാണപ്പെടുന്നത്. ഇഗ്നീഷ്യസ് ആൻഡ് മെറ്റാമോർഫിക് റോക്കുകളിൽ മിനറൽസ് അതിൻ്റെ വിള്ളലുകളിലും അതിൻ്റെ ജോയിൻറ്റുകളിലും ഫോൾട്ടുകളിലൊക്കെയാണ് കാണുന്നത്. ഈ വളരെ കുറവ് അളവിലേ ഉള്ളെങ്കിൽ അതിനെ വെയിൻ എന്നും വലിയ അളവിലുണ്ടെങ്കിൽ അതിനെ ലോഡ്സ് എന്നുമാണ് വിളിക്കുന്നത്. അങ്ങനെ കാണുന്ന മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞാൽ ടിൻ, കോപ്പർ, സിങ്ക്, ലെഡ് ഒക്കെയാണ്. അത് വെയിൻസ് ഫോമിലും ലോഡ് ഫോമിലും കാണാൻ കഴിയപ്പെടുന്നുണ്ട്. ഈ സെഡിമെൻ്ററി റോക്സിൽ മിനറൽസ് ബെഡ് അല്ലെങ്കിൽ ലെയേഴ്സ് ആയിട്ടാണ് കാണുന്നത്. അത് ഫോം ചെയ്യുന്നത് ഡെപ്പോസിഷനായിട്ടും അല്ലെങ്കിൽ അക്യുമുലേഷനായിട്ടും ഒരു ഹൊറിസോണ്ടൽ സ്ട്രാറ്റയിലുള്ള ഡെപ്പോസിഷനായിട്ടാണ് സെഡിമെൻ്ററി റോക്സിൽ ബെഡ് ഫോമിലേക്ക് കിട്ടുന്നത്. കോൾ, അയൺ ഓർ ഇതൊക്കെ ഈ സെഡിമെൻ്ററി റോക്സിൽ ഈ ഫോമിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ജിപ്സം, പൊട്ടാഷ് സോൾട്ട്, സോഡിയം സോൾട്ട് ഇതൊക്കെ എവാപ്പറേഷൻ വഴി ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ബെഡായിട്ട് കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ഒരു രീതിയിലുള്ള ഒരു ഫോർമേഷൻ വരുന്നത് സർഫസ് റോക്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. സോലുബിൾ കോൺസ്റ്റിറ്റ്യുവൻസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിൽ ബാക്കി വരുന്ന ഈ ഓറിലുള്ള മിനറൽസ് അവിടെ റെസിഡ്വൽ കണ്ടൻ്റായിട്ട് അവിടെ തന്നെ റോക്സിൽ തന്നെ കാണപ്പെടും. അങ്ങനെ വരുന്നത് എക്സാമ്പിളാണ് ബോക്സൈറ്റ്. ഇനി ചില മിനറൽസ് സാൻഡിൽ, അതായത് വാലി ഫ്ലോർസിൽ, നമ്മുടെ താഴ്വാരങ്ങളിലോ അല്ലെങ്കിൽ ഹിൽസിൻ്റെ താഴെയുള്ള പ്രദേശങ്ങളിലോ ഉള്ള മണലിൽ അലൂവിയൽ ഡെപ്പോസിറ്റ്സ് ആയിട്ട് കാണപ്പെടാറുണ്ട്. ഇങ്ങനെ വരുന്ന ഡെപ്പോസിറ്റ്സിനെയാണ് നമ്മൾ പ്ലേസർ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ വെള്ളം അതിൽ മിനറൽസ് ഉണ്ടാവും. അത് വെള്ളം കൊണ്ട് തുരുമ്പ് പിടിക്കാത്ത അല്ലെങ്കിൽ നശിച്ച് പോകാത്ത മിനറൽസാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്നത്. ഗോൾഡ്, സിൽവർ, ടിൻ, പ്ലാറ്റിനം എക്സെട്ര ആർ സച്ച് മിനറൽസ്. ഗോൾഡ്, സിൽവർ, ടിൻ, പ്ലാറ്റിനം അതൊന്നും വെള്ളം കൊണ്ട് നശിച്ചു പോവില്ല. അങ്ങനെയുള്ള മിനറൽസാണ് ഇങ്ങനെ അലൂവിയൽ ഡെപ്പോസിറ്റ്സ് ആയിട്ട് പ്ലേസർ ഡെപ്പോസിറ്റ്സിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു പ്രദേശം, മിനറൽസ് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് കടലിലെ വെള്ളം. കോമൺ സോൾട്ട്, മാഗ്നീഷ്യം, ബ്രോമിൻ ഇതൊക്കെ ഓഷ്യൻ വാട്ടറിൽ കണ്ടെയ്ൻ ചെയ്യുന്നതാണ്. പിന്നെ ഓഷ്യൻ ബെഡിലും മാംഗനീസിൻ്റെ റിച്ച് പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഫോമുകളിലാണ് മിനറൽസ് കാണപ്പെടുന്നത്. ഓരോ ഫോം അല്ലെങ്കിൽ ഓരോ സ്ട്രക്ചർ എവിടെയാണോ അതനുസരിച്ചിട്ടാണ് മിനറൽ എക്സ്ട്രാക്റ്റ് ചെയ്യാനുള്ള മെത്തേഡും കോസ്റ്റും നമുക്ക് തീരുമാനിക്കപ്പെടാൻ പറ്റുന്നത്. റാറ്റ് ഹോൾ മൈനിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു ടേമാണ് റാറ്റ് ഹോൾ മൈനിങ്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ചില ആദിവാസി വിഭാഗങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ മിനറൽസ് ഓരോ ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് സ്വന്തമായിട്ട് വരുന്നതാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് അവിടുത്തെ ഫാമിലി മെമ്പേഴ്സ് നമ്മൾ എലി കുഴിക്കുന്ന പോലെ ഒരു ചെറിയ നീളത്തിൽ വീതി കുറഞ്ഞിട്ടുള്ള ഒരു ടണൽ നിർമ്മിച്ചിട്ടാണ് ഈ മിനറൽസിൻ്റെ എക്സ്ട്രാക്ഷൻ നടക്കുന്നത്.
അതിനെയാണ് റാറ്റ് ഹോൾ മൈനിങ് എന്ന് പറയുന്നത്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആണ് എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിയമം കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മിനറൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. മിനറൽസ് എന്ന് പറഞ്ഞാൽ അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതായത് ഒരു സ്ഥലത്ത് ഇത്ര അളവിൽ അല്ലെങ്കിൽ ഒരേപോലെ അങ്ങനെയൊന്നുമല്ല. അത് ഫുള്ളായിട്ട് ഖനനം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് എത്ര അളവിലുണ്ടെന്നോ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് തുല്യമായ അളവിലായിരിക്കില്ല, എന്തായാലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരുന്നു. നെക്സ്റ്റ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് മിനറൽസ് തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണുള്ളത്. അതായത് ഗുഡ് ക്വാളിറ്റി ഉള്ള മിനറൽസ് വളരെ ചെറിയ അളവിലേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ലോ ക്വാളിറ്റി മിനറൽസ് ചിലപ്പോൾ വലിയ അളവിലുണ്ടാവും. പിന്നെ ഈ മിനറൽസ് കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് അത് തീർന്നു പോകുന്നതാണ്, എക്സ്ഹോസ്റ്റിബിൾ ആയിട്ടുള്ള ഇതാണ്. പിന്നെ ഇത് നമുക്ക് ആവശ്യം വരുമ്പോൾ തിരിച്ച് വരുന്ന അതല്ല. അതായത് ഇപ്പോൾ നമ്മൾ സ്ഥലത്തുനിന്ന് ഖനനം ചെയ്തെടുത്തു, പിന്നെ നമുക്കത് ആവശ്യം വേണമെന്ന് തോന്നുമ്പോൾ ആ ഭാഗത്ത് ഖനനം ചെയ്താൽ ചിലപ്പോൾ അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, തീർന്നു പോയിട്ടുണ്ടാവും. നമുക്കിനി ഇന്ത്യയിലെ മിനറൽസിനെ കുറിച്ച് നോക്കാം. ഇന്ത്യയിൽ പല വെറൈറ്റിയും വളരെ അധികം എമൗണ്ടിലും മിനറൽ റിസോഴ്സസ് ഉള്ള ഒരു കൺട്രിയാണ്. പക്ഷെ അത് അൺഈവൻ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടഡ്. എല്ലാ സ്ഥലത്തും ഒരേപോലെ അല്ല വരുന്നത്. പെനിൻസുലാർ റോക്കിൽ കൂടുതലായിട്ടും കാണുന്നത് കോൾ, മെറ്റാലിക് മിനറൽസ്, മൈക്ക, അതുപോലുള്ള ചില നോൺ മെറ്റാലിക് മിനറൽസ് ഇതൊക്കെയാണ് കാണുന്നത്. സെഡിമെൻ്റൽ റോക്സ് ആയിട്ടുള്ള വെസ്റ്റേൺ, ഈസ്റ്റേൺ പെനിൻസുലയിലൊക്കെ അതായത് ഗുജറാത്ത്, ആസാം പ്രദേശങ്ങളിൽ പെട്രോളിയം ഡെപ്പോസിറ്റ്സ് ആണ് ഉള്ളത്. രാജസ്ഥാനിൽ കൂടുതലായിട്ടും കാണുന്നത് നോൺ ഫെറസ് മിനറൽസ് ആണ്. ഇനി ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയുടെ അലൂവിയൽ പ്ലെയിൻസിൽ കൂടുതലായിട്ടും എക്കണോമിക് മിനറൽസിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് വേരിയേഷൻസ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന കൺട്രിയുടെ ജിയോളജിക്കൽ സ്ട്രക്ചറിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. ഓരോ സ്ഥലങ്ങളിലും അതിൻ്റേതായ ഡിഫറൻസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ ഇതനുസരിച്ചിട്ടാണ് മിനറൽസ് ഫോം ചെയ്യുന്നതിനും ഒരുപാട് പ്രോസസ്സുകളും ടൈം ഒക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും പല അളവിലാണ് മിനറൽസ് പ്രസൻ്റ് ആയിരിക്കുന്നത്. മിനറൽസുമായി റിലേറ്റഡ് ആയിട്ടുള്ള 2023 to 2024 ആനുവൽ റിപ്പോർട്ട് പ്രകാരം ഈ മിനറൽ പ്രൊഡക്ഷൻ്റെ ഇൻഡെക്സ് 5.4% ഗ്രോത്താണ് സംഭവിച്ചിരിക്കുന്നത്. മിനറൽ production, total value of mineral production during 2023 to 2024 has been estimated at 1,92,734 crore. അതായത് കഴിഞ്ഞ വർഷത്തിനേക്കാളും 2.03% കൂടുതൽ സംഭവിച്ചിട്ടുണ്ട്. മേജർ മിനറൽ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് 2023-2024 കണക്ക് പ്രകാരം മിനറൽ പ്രൊഡക്ഷനിൽ 19 സ്റ്റേറ്റ്സാണ് കൂടുതൽ രീതിയിൽ മിനറൽ പ്രൊഡക്ഷൻ നടക്കുന്നത്. അതായത് അതിൽ 8 സ്റ്റേറ്റ്സാണ് 97.5% പ്രൊഡക്ഷൻ നടത്തുന്നത്. ഒഡീഷയിലാണ് 46%, ഛത്തീസ്ഗഡ് 14%, രാജസ്ഥാൻ 13%, കർണാടക 12%, മഹാരാഷ്ട്ര 4.6%, ജാർഖണ്ഡ് 4.7%. 2023-2024 ആനുവൽ റിപ്പോർട്ട് പ്രകാരം ഉള്ള ഒരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട കുറച്ച് മെറ്റാലിക് മിനറൽസും മെറ്റൽസും അതിന് ലോകത്തിൽ എത്രത്തോളം അളവിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെന്നും അതിൻ്റെ എത്ര ഭാഗം ഇന്ത്യയുടെ ഉണ്ടെന്നും ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്നും ഇന്ത്യക്ക് ലോകത്തിലെ ഓർഡറിൽ എത്രത്തോളം ഏത് റാങ്കാണ് ഉള്ളത് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. 2023-2024 കണക്ക് പ്രകാരമുള്ള മെറ്റാലിക് മിനറൽസിൻ്റെ വാല്യൂ 1,10,785 crores കഴിഞ്ഞ ക്രോഴ്സാണ്. അതായത് കഴിഞ്ഞ വർഷത്തേക്കാളും 3% കൂടിയിട്ടുണ്ട്. അതിൽ പ്രിൻസിപ്പൽ മെറ്റാലിക് മിനറൽസിൽ അയൺ ഓറാണ് ഏറ്റവും കൂടുതൽ, അതായത് 80.9% അയൺ ഓറാണ്. പിന്നെ സിങ്ക് കോൺസെൻട്രേറ്റ്, ദെൻ ക്രോമൈറ്റ്, ഇതൊക്കെയാണ് വരുന്നത്. നോൺ മെറ്റാലിക് മിനറൽസിൻ്റെ എസ്റ്റിമേറ്റഡ് വാല്യൂവിൽ
1601 ആണ്. അതായത് കഴിഞ്ഞ വർഷത്തേക്കാളും 3% കൂടിയിട്ടുണ്ട്. ലൈംസ്റ്റോൺ ആണ് ഏറ്റവും കൂടുതൽ 91.2% വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഫോസ്ഫറൈറ്റ് ആണ് 7.7%. ഇതൊക്കെയാണ് മെറ്റാലിക് മിനറൽസ് ഓരോ സ്റ്റേറ്റ് വൈസ് പ്രൊഡക്ഷൻ വരുന്നത്. അതിൽ അയൺ ഓർ മേജർ പ്രൊഡ്യൂസർ ഒഡീഷയാണ്, സെക്കൻഡ് ഛത്തീസ്ഗഡ്, തേർഡ് കർണാടക. മാംഗനീസ് മധ്യപ്രദേശാണ് ഫസ്റ്റ്, ഒഡീഷ സെക്കൻഡ്, മഹാരാഷ്ട്ര തേർഡ്. ബോക്സൈറ്റിൽ ഒഡീഷ ഫസ്റ്റ്, ജാർഖണ്ഡാണ് സെക്കൻഡ് വരുന്നത്. കോപ്പർ രാജസ്ഥാനാണ് ഫസ്റ്റ്, മധ്യപ്രദേശ് സെക്കൻഡ്. ഗോൾഡ് കർണാടകയാണ് ഫസ്റ്റ്, ജാർഖണ്ഡ് സെക്കൻഡ്. ക്രോമൈറ്റ് ഒഡീഷയാണ് ഏറ്റവും മേജർ പ്രൊഡ്യൂസർ, ലെഡ് രാജസ്ഥാനാണ് മേജർ പ്രൊഡ്യൂസർ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിനറൽസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. മിനറൽസിനെ മെറ്റാലിക് മിനറൽസായിട്ടും നോൺ മെറ്റാലിക് മിനറൽസായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെറ്റാലിക് മിനറൽസിൽ തന്നെ ഫെറസ്, അതായത് അയൺ കണ്ടെയ്നിങ് മിനറൽസും ഉണ്ട്, നോൺ ഫെറസ് മിനറൽസും ഉണ്ട്. ഫെറസിന് അയൺ, മാംഗനീസ് ഒക്കെയാണ് എക്സാമ്പിൾസ്. നോൺ ഫെറസ് എന്ന് പറഞ്ഞാൽ കോപ്പർ, ബോക്സൈറ്റ് ഒക്കെ. നോൺ മെറ്റാലിക് മിനറൽസ് ഫ്യുവൽ മിനറൽസും ഉണ്ട്, അതർ നോൺ മെറ്റാലിക് മിനറൽസും ഉണ്ട്. ഫ്യുവൽ മിനറൽസ് എന്ന് പറഞ്ഞാൽ കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് അതൊക്കെയാണ്. അതർ നോൺ മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞാൽ മൈക്ക, ലൈംസ്റ്റോൺ, ഗ്രാഫൈറ്റ് എക്സെട്ര. ഫസ്റ്റ് മെറ്റാലിക് മിനറൽസ്. മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞാൽ മെറ്റൽസിൻ്റെ സോഴ്സാണ്. അയൺ ഓർ, കോപ്പർ, ഗോൾഡ് എക്സെട്ര ഇതൊക്കെ മെറ്റാലിക് മിനറൽസ് വരുന്നതാണ്. മെറ്റാലിക് മിനറൽസിനെ ഫെറസ് മെറ്റാലിക് മിനറൽസിനും നോൺ ഫെറസ് മെറ്റാലിക് മിനറൽസിനും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫെറസ് മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ, ഫെറസ് എന്ന് പറഞ്ഞാൽ അയൺ റിലേറ്റഡ് ആണ്. അതായത് അയൺ കണ്ടൻറ്റുള്ള എല്ലാ മിനറൽസിനെയും ഫെറസ് മെറ്റാലിക് മിനറൽസ് എന്നാണ് വരിക. അയൺ ഓർ അതൊരു എക്സാമ്പിളാണ്. നോൺ ഫെറസ് മെറ്റാലിക് മിനറൽസ്, അതായത് അയൺ കണ്ടൻറ്റ് ഇല്ലാത്തത് എല്ലാ മിനറൽസും നോൺ ഫെറസ് മെറ്റാലിക് മിനറൽസാണ്. കോപ്പർ, ബോക്സൈറ്റ് എക്സെട്ര. നോൺ മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുമില്ലെങ്കിൽ ഓർഗാനിക് ആയിരിക്കും, അതല്ലെങ്കിൽ അതായത് ഫോസിൽ ഫ്യൂവൽസ് എന്ന് വരുന്നത്. അതിനെ മിനറൽ ഫ്യൂവൽസും ഫ്യൂവൽ മിനറൽസെന്നും പറയാറുണ്ട്. അല്ലെങ്കിൽ അനിമലിൻ്റെയും പ്ലാന്റ് ലൈഫിൽ നിന്നൊക്കെ, അതായത് കുഴിച്ചിട്ട് അതിൽ നിന്ന് തന്നെ. അത് എക്സാമ്പിൾ കോള്, പെട്രോളിയം ഒക്കെയാണ്. പിന്നെ അല്ലെങ്കിൽ നോൺ മെറ്റാലിക് മിനറൽസ് പിന്നെ വരുന്നത് ഇനോർഗാനിക് ആണ്, അതായത് മൈക്ക, ലൈംസ്റ്റോൺ അങ്ങനത്തെ ഒക്കെ. മിനറൽസ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് നോർത്ത് ഈസ്റ്റേൺ പ്ലാറ്റൂ റീജിയൻ, സൗത്ത് വെസ്റ്റേൺ പ്ലാറ്റൂ റീജിയൻ, നോർത്ത് വെസ്റ്റേൺ റീജിയൻ എന്നീ 3 ബെൽറ്റുകളിലാണ്. നോർത്ത് ഈസ്റ്റേൺ പ്ലാറ്റൂ റീജിയൻ എന്ന് പറഞ്ഞ ബെൽറ്റിൽ വരുന്നത് ഛോട്ടാ നാഗ്പൂർ, ഒഡീഷ പ്ലാറ്റൂ, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡിൻ്റെ ചില പാർട്സ് ഇതൊക്കെയാണ്. ഇവിടെ വെറൈറ്റി ഓഫ് മിനറൽസ് ഉണ്ട്. അയൺ ഓർ, കോള്, മാംഗനീസ്, ബോക്സൈറ്റ്, മൈക്ക. അവിടെയാണ് കൂടുതലായിട്ടുള്ള അയൺ ഇൻഡസ്ട്രീസും സ്റ്റീൽ ഇൻഡസ്ട്രീസും കാണുന്നത്. നെക്സ്റ്റ് സൗത്ത് വെസ്റ്റേൺ പ്ലാറ്റൂ റീജിയൻ, അത് വരുന്നത് കർണാടക, ഗോവ, തമിഴ്നാടുവിൻ്റെ അപ്ലാൻസിലും കേരളയിലുമാണ്. ബെൽറ്റിൽ ഫെറസ് മെറ്റൽസും ബോക്സൈറ്റും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിൽ ഹൈ ഗ്രേഡ് അയൺ ഓർ, മാംഗനീസ്, ലൈംസ്റ്റോൺ ഇതൊക്കെയാണ് അവിടെ കാണുന്നത്. ബെൽറ്റിൽ കോൾ ഡെപ്പോസിറ്റ്, നെയ്വേലി ലിഗ്നൈറ്റ് ഒഴികെയുള്ള കോൾ ഡെപ്പോസിറ്റ്സ് കാണുന്നത് സൗത്ത് വെസ്റ്റേൺ പ്ലാറ്റൂ റീജിയനിലാണ്. ഈ ബെൽറ്റിൽ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള മിനറൽ ഡെപ്പോസിറ്റ്സ് കാണുന്നില്ല നോർത്ത് ഈസ്റ്റേൺ ബെൽറ്റ് പോലെ. കേരളയിൽ വരുന്നത് മോണസൈറ്റ്, തോറിയം, ബോക്സൈറ്റ്, ക്ലേ എന്നിവയാണ്. ഗോവയിലാണ് അയൺ ഓർ ഡെപ്പോസിറ്റ്സ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് നോർത്ത് വെസ്റ്റേൺ റീജിയൻ, അതായത് രാജസ്ഥാന് ഉള്ള ആരവല്ലി ഭാഗത്ത്, ഗുജറാത്തിൻ്റെ ചില ഭാഗങ്ങളിൽ. കോപ്പർ, സിങ്ക് ആണ് ഈ നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ കാണുന്നത്. രാജസ്ഥാനിലാണ് കൂടുതലായിട്ടും കാണുന്നത് ബിൽഡിംഗ് സ്റ്റോൺസ് ആയ സാൻഡ് സ്റ്റോൺ, ഗ്രാനൈറ്റ്, മാർബിൾ ഇതൊക്കെയാണ്. ജിപ്സം, ഡോളമൈറ്റ്, ലൈംസ്റ്റോൺ ഒക്കെ സിമെൻറ്റ് ഇൻഡസ്ട്രിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ നിന്നാണ്. ഗുജറാത്തിൽ കൂടുതലായിട്ടും കാണുന്നത് പെട്രോളിയം ഡെപ്പോസിറ്റ്സ് ആണ്. ഓയിൽ റിസോഴ്സസ് മുംബൈ കോസ്റ്റിൽ, മുംബൈ ഹൈയിലാണ് ഓയിൽ റിസോഴ്സസ് ഓഫ് ഷോറിൽ കാണപ്പെടുന്നത്. ആസാം വാലിയിൽ മിനറൽ ഓയിൽ ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ഗുജറാത്ത്, രാജസ്ഥാനിലൊക്കെ സോൾട്ടിൻ്റെ ഒരു കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട്. ഹിമാലയൻ സോൾട്ട്, കോപ്പർ, ലെഡ്, സിങ്ക്, കൊബാൾട്ട്, ടങ്സ്റ്റൺ ഇതൊക്കെ കാണുന്നത് ഈ ബെൽറ്റിലാണ്. ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പാർട്സിലും ഇത് കാണപ്പെടുന്നുണ്ട്.